ഹലോ, പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും വന്ദനം. സന്തോഷമായിരിക്കുന്നോ? പിന്നെ തിരുപ്പതിക്ക് ഏകദേശം 62 കിലോമീറ്റർ ഉള്ളൂ. വളരെ വേഗത്തിൽ പോകുന്ന വഴിക്കാണ് നിങ്ങൾ വിഷ് ചെയ്യാൻ വേണ്ടി മറന്നുപോയി. സ്തോത്രം. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. എന്നോടൊപ്പം സുവിശേഷകൻ, ചെറിയ ഒരു സുവിശേഷകൻ, അങ്ങനെ പറയാൻ പാടില്ലല്ലോ അല്ലേ, ചെറിയ സുവിശേഷകൻ എന്ന് പറയാൻ പാടില്ല. അത് ഒരുപക്ഷെ നിങ്ങളുടെ സംഘടനയിൽ സുവിശേഷകൻ എന്ന ഒരു പോസ്റ്റ് വളരെ ഡൂക്കിലി ആയിരിക്കാം. പക്ഷേ ഞാൻ വായിച്ച ബൈബിളിനകത്ത് അത് ഭയങ്കര പവറുള്ളൊരു പോസ്റ്റാണ് സുവിശേഷകൻ എന്ന പോസ്റ്റ്. സ്തോത്രം. നമ്മൾ പറയത്തില്ലേ, ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തെ ഒരു സുവിശേഷകനായിട്ടാണ് ഞങ്ങൾ കണ്ടേക്കുന്നത് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ. എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയതായിട്ടൊന്നും നിങ്ങൾ കാണണ്ട, ഒരു കുഞ്ഞു സുവിശേഷകനായിട്ടൊക്കെ കണ്ടാൽ മതി എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ അവരുടെ സെറ്റപ്പിൽ അങ്ങനെ ആയിരിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. ഇനി ഞാൻ പറയുന്ന ആൾക്കാരെയൊക്കെ നിങ്ങൾ ഒരു ചെറിയ കുഞ്ഞു സുവിശേഷകനായിട്ടൊക്കെ കണ്ടാൽ മതിയേ. ഞാൻ പേര് പറയാം കേട്ടോ. ഒന്ന്, റെയ്നാൾഡ് ബോങ്കേഷ്, ലോക പ്രശസ്ത സുവിശേഷകൻ റെയ്നാൾഡ് ബോങ്കേഷ്, ഒരു കുഞ്ഞു സുവിശേഷകനായിട്ടൊക്കെ കണ്ടാൽ മതി. പിന്നെ ലോകപ്രശസ്ത സുവിശേഷകൻ ബില്ലി ഗ്രഹാം, കേട്ടിട്ടുണ്ടോ? ഒരു കുഞ്ഞു സുവിശേഷകനായിട്ടൊക്കെ കണ്ടാൽ മതി കേട്ടോ. പിന്നെ സ്തോത്രം, ഇന്ത്യയുടെ പലയിടങ്ങളിൽ സഞ്ചരിച്ച് സുവിശേഷ പ്രവർത്തനം നടത്തുന്ന സ്തോത്രം PG വർഗീസ് അങ്കിള്, സുവിശേഷകൻ PG വർഗീസ് അങ്കിള്, ഒരു കുഞ്ഞു സുവിശേഷകനായിട്ടൊക്കെ കണ്ടാൽ മതി. അതൊക്കെ ഒരു കുഞ്ഞു സുവിശേഷകനായിട്ടൊക്കെ കണ്ടാൽ മതി. ഞങ്ങളുടെ ഒരു സുവിശേഷകനായിട്ടൊക്കെ കണ്ടാൽ മതി കേട്ടോ. ഞങ്ങൾ അങ്ങനെയൊക്കെ കാണുന്നുള്ളൂ. നിങ്ങളങ്ങനെ ഒരു വിലയെ ഇട്ടിട്ടുള്ളൂ. പക്ഷേ വിശുദ്ധ ബൈബിൾ കൊടുത്തിരിക്കുന്ന വില ഭയങ്കര വിലയാണ്. ദൈവത്തിന് സ്തോത്രം. അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി, 1, 2, 3, 4 എന്ന് പറഞ്ഞ് കൊടുത്തേക്കുക. അവൻ ചിലരെ മറ്റൊരു ഭാഗത്ത് എത്തിയിരിക്കുന്നത് സഭയിൽ 1ാമത്, സഭയിൽ 2ാമത്, സഭയിൽ 3ാമത്, ഇങ്ങനെ പോവുക. എൻ്റെ പ്രിയരെ, സ്തോത്രം, നിങ്ങളൊരു വില കൽപ്പിച്ചില്ലെങ്കിലും ഒടേ തമ്പുരാൻ വിളിച്ചവനാണെങ്കിൽ ദൈവം ആ ദൈവദാസന് വെച്ചിരിക്കുന്ന വില ഭയങ്കര വിലയാണ് കേട്ടോ. സ്തോത്രം. ഞാൻ എൻ്റെ കൂടെയുള്ള ബെന്നിപ്പാസ് ആ സുവിശേഷ പ്രവർത്തകനെ ഞാൻ ചെറിയ സുവിശേഷകൻ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്നാണ് എനിക്കിത് കത്തിയത്. സ്തോത്രം. സുവിശേഷകൻ എന്ന് പറയുന്നത് ഭയങ്കര പോസ്റ്റിങ്ങാണ്. നമ്മൾ ബൈബിളിനകത്ത് വായിക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ സെറ്റപ്പിനും തിരിച്ചു വെച്ചേക്കുവാണല്ലോ. അങ്ങനെ ഇരിക്കട്ടെ. എന്നാൽ ഞാനിങ്ങോട്ടൊരു കാര്യം പറയാം. നമ്മൾ ഈ അടിസ്ഥാന വേദ ഉപദേശം എന്നും പറഞ്ഞ് 1, 2, 3, 4 എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് എണ്ണി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ. ഒട്ടും മാറ്റല്ലേ. 3ാമത്തേത് എടുത്ത് 1-ൽ വിടല്, 1ാമത്തെ എടുത്ത് 5ാമത്തേൽ വിടല്ലേ. കറക്റ്റ് എണ്ണി വെച്ചോ, നല്ലത് തന്നെ. അതുപോലെ തന്നെ കൃത്യമായി ഈ ഒരു കാര്യം വരുമ്പം ഒരു വല്ലാത്ത ബുദ്ധിമുട്ടാണ്. എൻ്റെ മണ്ടയിലോ സുവിശേഷകർ എൻ്റെ മണ്ടയിൽ പോകുമോ എന്നൊരു പേടിയല്ലേ. സാരമില്ലത്. കാരണം ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ അങ്ങനെ തന്നെയാണ്. ദൈവമക്കളെ, സ്തോത്രം. അതുകൊണ്ട് ഏതൊരു സുവിശേഷകനെ കണ്ടാലും കേട്ടോ, ഇച്ചിയായിട്ട് കാണണ്ട. ഒരു സുവിശേഷകനൊക്കെ ആയിട്ട് കണ്ടാൽ മതി എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ ചിന്ത എന്നാണെന്നറിയോ? എൻ്റെ മണ്ടയിലെങ്ങാനും കയറി പോവുമോ, എന്നേക്കാളും വലിയവനായി പോവുമോ? എൻ്റെ പ്രിയരെ, നിങ്ങളൊക്കെ ഏത് വേദപുസ്തകമായി വായിക്കുന്നത്? എനിക്കറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. നിങ്ങൾ ഏത് പുസ്തകമായി വായിക്കുന്നത്? ഈ ദാനിയേൽ ഉപദേശി അങ്ങ് അനാഥശാലയിൽ പഠിക്കുന്ന സമയം മുതൽ ബൈബിളിനകത്തൂടെ നടക്കുന്ന ആളാണ്. അതുകൊണ്ട് ഏതൊരു സുവിശേഷ പ്രവർത്തനം കണ്ടാലും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരു പാസ്റ്ററേക്കാളും ഒരു ഉപദേഷ്ടാവിനേക്കാളും ഞാൻ വില കൽപ്പിക്കുന്ന, അല്ലെങ്കിൽ വിശുദ്ധ സത്യവേദ പുസ്തകം വില കൽപ്പിക്കുന്ന, കുറച്ചുകൂടെ ആഴത്തിൽ പറഞ്ഞാൽ ലോകത്തിൽ പ്രസിദ്ധരായി അറിയപ്പെട്ട പല ആളുകളും അവരുടെ പേരിന് മുമ്പിൽ സുവിശേഷകൻ എഴുതുമ്പോൾ നമുക്കൊരു ഇച്ചിയായിട്ട് തോന്നും. കാരണം നമ്മുടെ സെറ്റപ്പ് അങ്ങനെയാണല്ലോ. ഞാൻ നിങ്ങളോട് പറയാം, അങ്ങനെ കാണരുത് കേട്ടോ. അങ്ങനെ അത് നമ്മുടെ അറിവില്ലായ്മയാണ്. പിന്നെ നമ്മളുണ്ടാക്കിയ സെറ്റപ്പിനകത്ത് ചിലപ്പം സുവിശേഷകൻ എന്നുള്ള പദവി പീക്കിരിയായിരിക്കും, കുഴപ്പമില്ല. പക്ഷെ ബൈബിളിൽ അങ്ങനെയാന്ന് പറഞ്ഞേക്കല്ലേ. അങ്ങനെയാന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ തേടി അവിടെ വരും. നിങ്ങൾ ചിലപ്പോൾ 50 വർഷമോ 40 വർഷമോ ഒക്കെ സുവിശേഷ വേല ചെയ്ത ആളായിരിക്കാം.
ഒരുപക്ഷെ ഉപദേശിയായിരിക്കാം, പാസ്റ്റായിരിക്കാം. ഞാൻ ചോദിക്കുന്നതിന് മറുപടി തരേണ്ടി വരും. പിടികിട്ടിയോ? അതുകൊണ്ട് ഒരു സുവിശേഷകനെയും നിസ്സാരനായിട്ട് കാണരുത് കേട്ടോ. ആമേൻ. ഒരു കൊച്ചു സുവിശേഷകൻ, ഒരു ചെറിയ അങ്ങനെയൊക്കെ പറഞ്ഞു, നല്ലതാണ്. അത് എളിമയുടെ വാക്കായിട്ട് പറഞ്ഞു. അല്ലാതെ അതൊരു അതൊരു സുവിശേഷകനാ, ഞങ്ങളൊരു സുവിശേഷകനൊക്കെ ആയിട്ടാണ് എന്ന് പറഞ്ഞ് ഏതാണ്ട് ഒരു ഇച്ചി പോലെ. പിടികിട്ടിയോ? അതേ ബൈബിളിന് വിരുദ്ധമാണ് കേട്ടോ. നന്നായിട്ടിരുന്ന് വായിച്ചോ. അപ്പോസ്തല പ്രവൃത്തി തൊട്ട് തുടങ്ങിക്കോ. FSC ലേഖനം വായിച്ചോ. ഗലാത്യ ലേഖനം 2-3 പ്രാവശ്യം വായിച്ചു കേട്ടോ. അതിനകത്തെല്ലാം മറുപടിയുണ്ട്. ഇത് രാവിലെ എനിക്ക് സുവിശേഷ പ്രവർത്തകരായ ഞങ്ങൾ എന്നോടൊപ്പം കുറച്ച് ദൈവാസന്മാരുണ്ട്. ആമേൻ സ്തോത്രം. ഞങ്ങൾ യാത്രയിലാണ്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആമേൻ സ്തോത്രം. ലോകത്തിൽ ആരും അറിയപ്പെടാത്ത ഒരുപാട് സുവിശേഷകന്മാർ ഈ യാത്ര എന്നോടൊപ്പം ഉണ്ട്. ഒരു മനുഷ്യനറിയാത്ത, എന്നാൽ ദൈവം നന്നായി അറിയുന്ന സ്തോത്രം. അത് ഞാൻ എടുത്തു പറയും. കാരണം എന്താണെന്ന് അറിയോ? അവരുടെ പേരൊന്നും വലുതായിട്ട് കാണാനൊന്നുമില്ല. പക്ഷേ ഓരോ വീട്ടിൽ സുവിശേഷം എത്താത്ത ഗ്രാമത്തിൽ ഓരോ ഡോറിന് മുമ്പിൽ മുട്ടി യേശുവിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആൾക്കാരറിയുമെന്ന് പറയുക. അതെന്തുവാ സാധനം? ചിലർ ചോദിക്കുന്നത് റേഷൻ കാർഡ് എടുത്തിട്ട് കാണിക്കും. എന്ത് പറയും? ഈ റേഷൻ കാർഡിനകത്തുണ്ടോ എന്ന് നോക്കാൻ പറയും. പേര് ഏതുവാ? നമ്മൾ ചോദിച്ചത് യേശുവിനെ അറിയുമെന്ന് ചോദിച്ചതേ ഉള്ളൂ. അതുപോലത്തെ സ്ഥലങ്ങളിലേക്ക് ആരും അറിയപ്പെടാതെ പോകുന്ന ഇത്തരത്തിലുള്ള സുവിശേഷ പ്രവർത്തകരെ ഏത് മനുഷ്യനറിയുന്നല്ലേ? പക്ഷേ ദൈവം അറിയുന്നുണ്ട്. സ്വോത്രം പറഞ്ഞ് നിങ്ങൾ ഒരുപക്ഷെ സുവിശേഷ പ്രവർത്തകനായിരിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഈ ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥയിൽ എല്ലാ ശുശ്രൂഷയുടെ തലങ്ങളും വളരെ വിലപ്പെട്ടതാണ്. അപ്പോസ്തലന് വിലപ്പെട്ടതാണ്, പ്രവാചകനും വിലപ്പെട്ടതാണ്, ആമേൻ സുവിശേഷകൻ എന്ന പൊസിഷനും വിലപ്പെട്ടതാണ്, ആമേൻ ഉപദേഷ്ടാവ് എന്ന പൊസിഷനും വിലപ്പെട്ടതാണ്, ഇടയൻ എന്ന പൊസിഷനും വിലപ്പെട്ടതാണ്. അത് അതിൻ്റെതായ നിലയിൽ വിലപ്പെട്ടതാണ് കേട്ടോ. അല്ലാണ്ട് ഇത് നമ്മുടെ ഗ്രേഡ് കാണിക്കാനുള്ള സാധനമല്ല, ഗ്രേഡ് കാണിക്കാനുള്ള സംവിധാനമല്ല. സുവിശേഷകനാണോ? ആമേൻ പ്രവർത്തനത്തിന് ഓടി നടക്കുന്നവനാണ് സുവിശേഷകൻ, ഇല്ലേ? സുവിശേഷം പ്രസംഗിക്കുന്നത്. അങ്ങനെ എത്ര ആളുകൾ ലോകത്തിൽ അറിയപ്പെടുന്ന ആളുകൾ അതൊന്നും ഭൂമിയിലില്ല. ഒരുപാട് ആളുകൾ വേല തികച്ച് കടന്നുപോയി. ആ ദൗത്യം ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഇത്ര പറഞ്ഞപ്പം വിഷമിക്കുമൊന്നും വേണ്ട. ഒരു കാര്യം ചെയ്താൽ മതി. കർത്താവേ, എവിടെയെല്ലാം സുവിശേഷ പ്രവർത്തനം നടത്തുന്ന സുവിശേഷ പ്രവർത്തകരുണ്ടോ അവരെയെല്ലാം ദൈവമേ കാത്തോണേ, സൂക്ഷിക്കണേ, അവരെല്ലാം അനുഗ്രഹിക്കണേന്ന് നിങ്ങളൊരു വാക്ക് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് കുറച്ചുകൂടെ മൈലേജ് ഓടാൻ പറ്റും. ആമേൻ. ഇന്നലെ ഞങ്ങൾ മൈസൂരിലായിരുന്നു. ഇന്ന് രാവിലെ ബാംഗ്ലൂരിൽ ഒരു ചർച്ചിലായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ യാത്ര തുടരുകയാണ്. നിങ്ങളെ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണം. അപ്പം എല്ലാ സുവിശേഷ പ്രവർത്തകർക്കും ബിഗ് സല്യൂട്ട്. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞങ്ങൾ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.